ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ GTA 5 അടുത്തൊരാളെ കൊല്ലാൻ പോവാണ് ഗായ്സ്. അതെ, നമ്മൾ ഇന്ന് ഒരു ഷൂട്ട് കേസ് ഉണ്ട്, ആ സാധനം നമുക്ക് വേണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരാളെ കൊല്ലണം, എന്നിട്ട് നമുക്ക് ഷൂട്ട് കേസ് എടുത്തിട്ട് വേണം ഇവിടെ നിന്ന് സ്ഥലം വിടാൻ. അപ്പോൾ ഗായ്സ്, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. ഇവൻ പറയുന്ന പോലെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ചേക്കാം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ വല്ലതും വെടി വെച്ചിട്ട് നമുക്ക് കൊണ്ടാലോ. എന്തായാലും കുഴപ്പമില്ല ഗൈസ്, നമുക്കിനി നേരെ പോവാം. അതുകൊണ്ട് ആ പോകുന്നതിനെ കണ്ടോ, നടന്നു പോകുന്നതിനെ ഗൈസ്, ചെറിയ ലാഗുണ്ടായിരുന്നു. ആ നടന്നു പോകുന്നതിനെ കണ്ടതിൻ്റെ ഈ പോകുന്നത് അവനെയാണ് നമുക്ക് കൊല്ലേണ്ടത് ഗൈസ്. അവനെ കൊന്നിട്ട് അവൻ്റെ ഇരിക്കുന്ന ആ ഒരു പെട്ടി നമുക്കിങ്ങ് എടുക്കണം ഗൈസ്. അതാണ് നമ്മുടെ മിഷൻ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫുൾ വീഡിയോ എന്തായാലും കാണുക, ഇതിനകത്ത് കാണത്തുള്ളൂ ഇവൻ എന്താണ് ചെയ്യുന്നത്, ഇവൻ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മളിവനെ എവിടെ പോയാണ് കൊല്ലുന്നതെന്നും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുൾ വീഡിയോയിലേ കാണത്തുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഫുൾ വീഡിയോ കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിതേ അവൻ്റെ പുറകിൽ ഇങ്ങനെ പെയ്യെ ഫോളോ ചെയ്ത് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് അവൻ്റെ ഇത് സാധനം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് താഴെ ഇവിടെ 2 ലിഫ്റ്റ് വന്നിട്ടുണ്ട്, അത് നമ്മൾ കണ്ടു. ഇനി ഇവൻ ഇത് ഏത് ലിഫ്റ്റിലാണ് കയറുന്നത്, അതിന് ഓപ്പോസിറ്റ് ലിഫ്റ്റിൽ വേണം നമുക്ക് കയറാൻ ഗൈസ്. നമ്മളപ്പം അവൻ അപ്പുറത്തെ ലിഫ്റ്റിലാണ് കയറുന്നത്, നമുക്കപ്പോൾ ഇപ്പുറത്തെ ലിഫ്റ്റിലോട്ട് കയറാം. ഓക്കെ, നമുക്ക് ഒരു ഡൗട്ടും ഇല്ല, സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു ഹെൽമെറ്റൂടെ കിട്ടേണ്ട പിന്നെ വലിയ സീനില്ല, അങ്ങനെ ഡൗട്ട് അടിക്കാനൊന്നും വലിയ വഴിയില്ല. ഓക്കെ, നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് മറ്റേ ഡോറൊന്നും അടയുന്ന ലിഫ്റ്റൊന്നും അല്ല, സൈഡിലൊക്കെ നിൽക്കുവാണെങ്കിൽ താപ്പോട്ട് പോകും. പിന്നെ ചിരിച്ചോണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ ഗൈസ്, അല്ല പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ലതോ. അവൻ പോകുന്നുണ്ട്, അവൻ്റെ വിചാരം നമ്മളെടുത്ത പണിക്കാരനാണെന്നാ, പക്ഷെ നമുക്കല്ലേ അറിയത്തുള്ളൂ ഗൈസ്. എന്തായാലും ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, നമുക്ക് ഇവിടെ ഇങ്ങനെ അങ്ങ് നിൽക്കാം. ഇച്ചിരി സൈഡിലോട്ടൊക്കെ ഒന്ന് മാറി നിന്നേക്കാം, ഒരു ഡൗട്ട് അടിക്കേണ്ട ഗൈസ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഇവിടെയുള്ള പണിക്കാരും കാര്യങ്ങളൊക്കെ വരുമെന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് ചുമ്മാ ഒന്നും ഊരിപ്പോകാൻ പറ്റത്തില്ല, നമുക്ക് ഇച്ചിരി പണി തന്നെയാണ്. ഓക്കെ, നമുക്കിനി ആ ബ്രീഫ് കേസ് വാങ്ങാം ഗൈസ്, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മൾ ഗണ്ണെടുത്തില്ല, ഗണ്ണെടുത്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വേഗം ആ ഒരു കേസ് എടുക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ നിന്ന് ആൾക്കാർ വരും, നമ്മളെ വെടിവെച്ച് കൊല്ലുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതാകുമ്പോൾ സ്മൂത്തായിട്ട് ഒരടിയും കൊടുത്ത് അവൻ ചാവുകയും ചെയ്തു. നമുക്ക് കേസ് കിട്ടേണ്ട സമയത്ത് കേസും കിട്ടി. ഓക്കെ, നമുക്കിനി സ്ഥലത്തുനിന്ന് ലീവ് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ താഴെ വരും. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ആ കേസ് എടുത്തത്, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? അത് എന്തൊരു സിമ്പിളായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഓടിപ്പോവാം ഗൈസ്. ഇനി ഓടിപ്പോയിട്ട് നമുക്ക് വണ്ടി കയറണം. അപ്പോൾ ഗൈസ്, നമ്മളിതേ ഓടിപ്പോവാണ്, നമുക്ക് വേഗം തന്നെ നമ്മുടെ വണ്ടി കയറണം ഗൈസ്. നമ്മുടെ വണ്ടി ഇവിടെ പണിത് സെറ്റ് ചെയ്തിട്ടേക്കുന്ന വണ്ടി തന്നെയാണ്, കിടുക്കൻ വണ്ടിയാണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫാക്ടറിയിലോട്ടാണ് പോകേണ്ടത്. ഫാക്ടറി പോയിട്ട് വേണം അടുത്ത പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഓക്കെ, നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്, കിടുക്കൻ വണ്ടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വണ്ടി ഓടിക്കാൻ ഗൈസ്. വണ്ടിയും കാര്യങ്ങളൊക്കെ പണിത് സെറ്റ് ചെയ്തിട്ടേക്കാണ്, പക്ഷെ ഗൈസ് നല്ല സ്റ്റക്കും കാര്യങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫാക്ടറിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഷൂ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതുകൊണ്ട് ഇനി അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മൾ അങ്ങോട്ട് തുറന്ന് ഗൈസ് വണ്ടിക്കോട്ട് കയറി ചെല്ലുകയാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ ഓഫീസിൽ കയറിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്കിനി പ്ലാനും കാര്യങ്ങളും ഒക്കെ പറയാം. നമുക്ക് ഈ ഒരു ഇതിനകത്തായിരുന്നു നമ്മുടെ പ്ലാനും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടെങ്കിലേ നമുക്ക് ബാക്കി പ്ലാനും കാര്യങ്ങളും ഒക്കെ വിചാരിക്കത്തുള്ളൂ ഗൈസ്. ഇതൊരു വലിയൊരു മിഷനാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.